എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എത്ര നന്മകൾ ചെയ്തവൻ, മറക്കല്ലേ ഒരു നാളും മനമേ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാവും സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. എണ്ണി എണ്ണി സ്തുതിപ്പിൻ, എല്ലാ നാവും സ്തുതിപ്പിൻ, നന്ദിയോടെ നല്ലവന് സ്തുതിപ്പിൻ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള 2 മാർഗങ്ങളെക്കുറിച്ച് ഈ അധ്യായം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ഏതെങ്കിലുമൊക്കെ മണ്ഡലങ്ങളിൽ നമ്മെ തിന്മയിലേക്ക്, അനീതിയിലേക്ക്, ദുഷ്ടതയിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ശക്തികൾ നമ്മുടെ അരികത്തെത്തിപ്പെടാം. എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള 2 മാർഗങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, വളരെ ബുദ്ധിയുള്ളവരും പരിജ്ഞാനമുള്ളവരുമായി നാം കാര്യങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതം നയിക്കുന്നു എങ്കിൽ തിന്മയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്നുള്ളതാണ് ഒന്നാമത്തെ ഭാഗം. മറ്റൊന്ന്, അത്യുന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിനകത്ത് അനുഭവിപ്പാനായിട്ട് നമുക്ക് കഴിയുന്നു എങ്കിൽ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി വെച്ചുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം നമ്മോട് പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായി കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കുന്നു എങ്കിൽ നമുക്ക് തിന്മയിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധിക്കുമെന്നും 2 കാര്യങ്ങൾ ഇവിടെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 20-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നതും, യഹോശാഫാത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ജീവിതത്തിനകത്ത് നേരിടുന്ന വലിയ പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെ മുൻപോട്ട് പോകണമെന്നറിയാതെ ഭാരപ്പെട്ടു നിൽക്കുന്നതായ ഘട്ടത്തെക്കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. 17-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് ദൈവത്തോട് കൂടെ നടന്നു. ആ കാലഘട്ടത്തിൽ തിന്മയും ദുഷ്ടതയും തൻ്റെ ജീവിതത്തിൽ തന്നെ തൊടുവാനിടയായിത്തീർന്നില്ല എന്നുള്ളതാണ്. എന്നാൽ 18-ാം അധ്യായത്തിൽ അഭിവൃദ്ധിയും നന്മയുമൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്ന യഹോശാഫാത്ത് ദുഷ്ടനായ ആഹാബിനോട് സംബന്ധം കൂടുവാനും ആ തലത്തിൽ തൻ ജീവിതത്തിനകത്ത് തിന്മയ്ക്ക് കൂട്ടുനിൽക്കുവാനും ആ വഴികളിലൂടെ യാത്ര ചെയ്യുവാനും ഇടയായിത്തീർന്നിട്ടുണ്ട്. 19-ാം അധ്യായത്തിൽ വരുമ്പോൾ യഹോശാഫാത്തിനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിർത്തിച്ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. നീ എന്തിനാണ് തിന്മയ്ക്ക് കൂട്ടുനിൽക്കുവാൻ വിവരം നഷ്ടപ്പെട്ടവനായി, പരിജ്ഞാനം നഷ്ടപ്പെട്ടവനായി, ദൈവസാന്നിധ്യം നഷ്ടപ്പെടുത്തിയവനായി പോകുന്നതെന്ന് ചോദിക്കുന്ന ആഴമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ മുമ്പിൽ 20-ാം അധ്യായത്തിൽ യഹോശാഫാത്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാനും തന്നെ തന്നെ ആഴമായി സമർപ്പിപ്പാനും ആഴമായൊരു പ്രാർത്ഥന കഴിപ്പാനും തന്നെ തന്നെ ശുദ്ധീകരിപ്പാനും താൻ മനസ്സ് വെച്ചു എന്നുള്ളതാണ്. ജീവിതത്തിനകത്ത് തിന്മയുടെ വഴിയിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നു എങ്കിലും വളരെ ബോധ്യതയോടുകൂടി ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് പരിജ്ഞാനമുള്ളവനായി ദൈവസന്നിധിയിൽ തന്നെ തന്നെ തിരുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ മനസ്സ് വെച്ചപ്പോൾ ദൈവം തന്നോട് കരുണ കാണിപ്പാനും തിന്മയിൽ നിന്ന് വീണ്ടും യഹോശാഫാത്തിനെയും രക്ഷിപ്പാനും ഇടയായിത്തീർന്നിട്ടുണ്ട് എന്ന് നാം വായിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
തിന്മ പ്രവർത്തിക്കാതെ, തിന്മ ചെയ്യുന്നവരോട് കൂട്ടുകൂടാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയണമെങ്കിൽ പരിജ്ഞാനവും ദൈവസാന്നിധ്യവും ആവശ്യമാണ് എന്ന് ഓർപ്പിക്കുകയാണ്. അല്ല, എവിടെയൊക്കെയോ തിന്മയുടെ വഴിയിലൂടെ യാത്ര ചെയ്തു തുടങ്ങുന്നു എങ്കിൽ അത് നമ്മെ നാശത്തിലെത്തിക്കുന്നതിന് മുൻപ് വളരെ പരിജ്ഞാനത്തോടെ ദൈവകൃപയിലേക്ക് മടങ്ങി വരേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ തിന്മ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കൈമുതലാക്കാതെ ഞങ്ങൾ പരിജ്ഞാനത്തോടും ദൈവസാന്നിധ്യത്തോടും കൂടെ തിന്മയിൽ നിന്ന് വിട്ട് ജീവിപ്പാൻ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.